ഇന്നത്തെ ഈ യാത്രയിൽ ഞങ്ങൾ എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ താമരശ്ശേരിയിലുള്ള ഷഹബാസിൻ്റെ വീട്ടിൽ പോയി. ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാലുമായി സംസാരിച്ചു. ഉമ്മയെ കണ്ടു. അവിടെ ഷഹബാസിൻ്റെ കുഞ്ഞനുജന്മാരെ കണ്ടു. അപ്പോൾ അതിൽ ഇക്ബാൽ ഞങ്ങളോട് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ അത് റിപ്പോർട്ടർ TV അടക്കമുള്ള മാധ്യമങ്ങൾ വിചാരിച്ചാലേ നീതി കിട്ടും. പക്ഷെ അതിൻ്റെ കൂടെ ഇക്ബാൽ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു. ഇപ്പോഴും ആ വീട്ടിലൊരു കുഞ്ഞനുജൻ മൂത്ത ജ്യേഷ്ഠനെയും കാത്തിരിപ്പാണ്. ഈ ഷഹബാസിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഷഹബാസിൻ്റെ കൂടെ അതേ ക്ലാസ്സിൽ 7ാം ക്ലാസ് വരെ പഠിച്ച അതേ കൂട്ടുകാരനാണ് ഷഹബാസിനെ നഞ്ചക്ക് കൊണ്ട് തലക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ഇതേ പ്രായത്തിൽ ഒരു കുഞ്ഞ് അവൻ്റെ കൂട്ടുകാരനെ തലക്കടിച്ച് അവനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആക്രമണം നടത്തിയത്? അവൻ്റെ കണ്ണുകൾ എടുക്കാൻ അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്? വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ തലമുറയ്ക്കെന്നുള്ളതാണ്. ഇന്ന് മറ്റൊരു വാർത്ത പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ഒരു 10 വയസ്സുകാരൻ്റെ അച്ഛൻ അവൻ്റെ ശരീരത്തിൽ MDMA കെട്ടിവെച്ച് അത് സെല്ലോ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു വെച്ച് ബൈക്കിലും കാറിലുമായി സ്കൂളിലും കോളേജിലും കൊണ്ടുപോയി വിപണനം നടത്തിയ ഞെട്ടിക്കുന്ന കഥയാണ് പത്തനംതിട്ടയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ 10 വയസ്സുള്ള നിങ്ങളുടെ പിഞ്ചോമന, അതൊരാൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അവൻ്റെ ശരീരത്തിൽ MDMA പോലെയുള്ള മാരക വസ്തുക്കൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിവെച്ച് ഒട്ടിച്ചു വെച്ച് വിപണനം നടത്തുന്ന ഒരു അച്ഛനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ? അങ്ങനൊരു അച്ഛൻ ഈ കേരളത്തിലുണ്ട്. അങ്ങനൊരു അച്ഛൻ ഈ തിരുവല്ലയിലുണ്ടായിരുന്നു. അയാളെ റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു. പക്ഷേ ഒരിക്കൽ പണം ഇതിൽ നിന്ന് കൊയ്തു തുടങ്ങിയാൽ, ലഹരിയുടെ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ, സ്വന്തം മകനാണെന്നോ സ്വന്തം സഹോദരിയാണെന്നോ തൊട്ടുമുന്നിൽ നിൽക്കുന്നത് ഉമ്മയാണെന്നോ അമ്മയാണെന്നോ തിരിച്ചറിയാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് കൊടുവള്ളിയിൽ ആഷിഖ് എന്ന് പറയുന്ന യുവാവ് സ്വന്തം ഉമ്മയെ, അതും ഈ യുവാവിനെ പോറ്റാൻ വേണ്ടി പല വീടുകൾ കയറിയിറങ്ങി വീടുപണി ചെയ്തുകൊണ്ടിരുന്ന ഉമ്മയെ ഒറ്റവെട്ടിന് കൊന്നിട്ട് ആ വെട്ടുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞത്, ഇതാ നിങ്ങൾ എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണിത് എന്നാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഏതു നിമിഷവും നമ്മുടെ വീടുകളിൽ സംഭവിക്കാവുന്നൊരു വലിയ ദുരന്തം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ സ്വാഭാവികമായി പ്രേക്ഷകർ ചോദ്യം ചോദിച്ചേക്കാം, ഇതൊന്നും ഇത്ര കാലം നമ്മൾ അറിഞ്ഞിരുന്നില്ലേ? യഥാർത്ഥത്തിൽ ഇത്രയും ആഴത്തിൽ ഇത്രയും വലിയ രൂക്ഷമായ വിപത്തായി ഇത് മാറും എന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ തുടരെ വരുന്ന റിപ്പോർട്ടുകൾ ഒരു വലിയ മാറ്റത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ് കേരളമല്ല, അത് പഞ്ചാബാണ്. കേരളത്തിൽ മികച്ച എൻഫോഴ്സ്മെൻറ്റ് സംവിധാനങ്ങളുണ്ട്, പക്ഷേ പരിമിതികളും ഏറെയാണ്. നമ്മുടെ പോലീസോ എക്സൈസോ വിചാരിച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പല വാർത്തകളിലായി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പങ്കുവച്ച പല രീതികളുണ്ട്. എങ്ങനെയാണ് എയർ പാഴ്സൽ വഴി ഡ്രോപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡ്രോപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നിശ്ചിത സ്ഥലത്ത് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്നത് പോലെ സംഘാംഗങ്ങൾ വഴി ഈ മരുന്നുകൾ വിതരണം ചെയ്യപ്പെടുന്നത്. സാങ്കി പോലെയുള്ള ആപ്പുകൾ വഴി മൊബൈൽ ഫോണുകളിൽ മറ്റാരും കണ്ടുപിടിക്കാനാവാതെ സൈബർ വിഭാഗത്തിന് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആശയവിനിമയം നടത്തുന്നത്. ഇതിന് പുതുവഴികൾ തേടിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സൈബർ തലമുറയാണ് നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് പരിമിതികളുണ്ട്. പക്ഷേ ഏത് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയെക്കാളും വളരെ ശക്തിമത്തായതാണ്, വളരെ ശക്തി കൂടിയതാണ്, അതിനേക്കാൾ വലിയ അർത്ഥവത്തായതാണ് ഈ ജാഗ്രതയേറിയ നമ്മുടെ വീട്ടിലെ ഉമ്മയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുകൾ. അത് ഒരു സൈബർ ട്രാക്കിംഗ് വിദഗ്ധൻ്റെയും ശേഷി അതിനാവശ്യമില്ല. നിങ്ങളുടെ മകന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്താണ് എന്ന് വളരെ കൃത്യമായി ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്ക്, ഒരച്ഛന് അല്ലെങ്കിൽ ഒരു വാപ്പയ്ക്ക് വളരെ എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും. ഒരു സഹോദരന് സാധിക്കും, ഒരു അധ്യാപകന് സാധിക്കും, നിങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നൊരു കൂട്ടുകാരന് സാധിക്കും. അങ്ങനെ ഒരു കൂട്ടുകാരൻ, ഒരമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ, ഒരച്ഛൻ ഈ യുദ്ധത്തിൽ വലിയ പോരാളിയായി മാറുന്നു എന്നതാണ് ഈ യാത്രയിൽ റിപ്പോർട്ടർ TV കണ്ട ഏറ്റവും വലിയ മാറ്റം. പണ്ടിത് മറ്റെങ്ങോ സംഭവിക്കുമായിരുന്നൊരു കെട്ടുകഥയായിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അഥവാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമായി നമ്മൾ തന്നെ മനസ്സിലാക്കുന്നു. നമ്മുടെ വീട്ടിൽ സംഭവിച്ചതുപോലെ എന്ന അർത്ഥത്തിൽ പ്രേക്ഷകർക്ക് എടുക്കാൻ കഴിയുന്നു, അഥവാ എടുക്കാൻ കഴിയണം. നിങ്ങളുടെ കുഞ്ഞു പഠിക്കുന്ന സ്കൂളിൻ്റെ പരിസരത്ത് ഏതോ ഒരു പെട്ടിക്കടയിൽ ഈ ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മകൾ പഠിക്കുന്ന ഏതോ ഒരു അന്യസംസ്ഥാനത്തേക്കുള്ള ഒരു വാഹനയാത്രയിൽ, ഒരു ബസ് യാത്രയിൽ ആ കൂടെ ഒപ്പമുള്ള സഹയാത്രികനിൽ ഈ മയക്കുമരുന്നിൻ്റെ വിപത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകൻ പണിയെടുക്കുന്ന ഏതോ ഒരു ഓഫീസിൻ്റെ ഇടവഴികളിൽ ഈ ലഹരി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഏതോ ഒരു രാഷ്ട്രീയ സംഘടനയിൽ നിങ്ങൾക്കൊപ്പം കൊടി വിളിക്കുന്ന, നിങ്ങൾക്കൊപ്പം പ്രധാനപ്പെട്ട ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന ഒരു നേതാവിൻ്റെ ഒരു കൊടിയുടെ പിന്നിൽ അവൻ്റെ പോക്കറ്റിൽ ഈ വിഷലഹരി ഒളിഞ്ഞിരിപ്പുണ്ട്.
ഏതു നിമിഷവും എവിടെയും ആൾക്കൂട്ടമുള്ളിടത്ത് ലഹരിയുടെ വലിയ നാമ്പുകളുണ്ട് എന്ന തിരിച്ചറിവ് ഈ റിപ്പോർട്ടർ TV ഇന്നത്തെ യാത്രയിലൂടെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിലും നമ്മളുടെ ഈ യാത്ര തുടരും. കാര്യം ഒരു യാത്ര കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ വാർത്താ സംപ്രേഷണത്തിനിടയിൽ വളരെ കുറച്ച് പരസ്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ എടുത്തത്. അത് ഏതെങ്കിലും തരത്തിൽ പ്രേക്ഷകരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നില്ല. പക്ഷേ പൊട്ടിക്കരയുന്ന അമ്മമാർക്കും വളരെ ആവേശത്തോടു കൂടി വന്ന് ഇതിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന യുവജനങ്ങളുടെയും ഇടയിൽ അതൊരു തടസ്സമാകേണ്ടെന്ന് കരുതിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഞങ്ങളുടെ വാർത്താ സംപ്രേഷണത്തിനിടയിൽ പരമാവധി പരസ്യങ്ങൾ കുറച്ചു നിർത്തിയത്. അത് സ്വാഭാവികമായും ഞങ്ങൾക്കൊരു ചാനൽ എന്ന നിലയിൽ ഒരു വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ സാർത്ഥകമായ യാത്ര അത് പൂർണ്ണമാകുന്നത് ഈ ലക്ഷ്യം നമ്മൾ നിറവേറ്റി കഴിയുമ്പോഴാണ്.